സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ SIR നടപടികൾ ഇന്ന് പൂർത്തീകരിക്കും. ഡിസംബർ 23-ന് പ്രസിദ്ധീകരിക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ നിന്ന് 5 തരത്തിലുള്ള ആളുകളെയാണ് പുറത്താക്കുന്നത്. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് തന്നെ പുറത്താക്കപ്പെടുന്നവരുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ. നിയമസഭാ ഇലക്ഷൻ നടക്കുവാൻ 3 അല്ലെങ്കിൽ 4 മാസം മാത്രം ശേഷിച്ചിരിക്കെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന നടപടികൾ വേഗത്തിലാക്കിയത്. നിലവിൽ ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ അടങ്ങിയ പട്ടികയെ ASD പട്ടിക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേര് ഈ പുറത്താക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉണ്ടോ എന്നറിയുവാൻ CEO.Kerala എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് വോട്ടേഴ്സ് ഹബ്ബ് തിരഞ്ഞെടുക്കുക. തുടർന്ന് ASD ലിസ്റ്റ് എന്ന് കാണുന്ന ഐക്കൺ തിരഞ്ഞെടുത്താൽ അവിടെ ജില്ല, നിയമസഭാ മണ്ഡലം, ബൂത്ത് എന്നിവ തിരഞ്ഞെടുക്കുവാൻ കഴിയും. അതോടെ ആ ബൂത്തിൽ ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക അടങ്ങിയ PDF ഫയല് താഴെ ലോഡായി വരും. ഡൗൺലോഡ് ASD എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പുറത്താക്കപ്പെട്ടവരുടെ വിവരങ്ങൾ കാണാം. ഭാഗൻ നമ്പര്, തിരിച്ചറിയൽ നമ്പര്, പേര്, പിതാവിന്റെ പേര് അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയുടെ പേര്, എന്തുകൊണ്ട് പുറത്താക്കപ്പെടുന്ന വിവരങ്ങളാണ് ഈ ലിസ്റ്റിൽ ഉള്ളത്. 5 കാരണങ്ങളാണ് പുറത്താക്കുവാനായി ഉള്ളത്. 1. മരണം ആണ്. 2002-ലെ വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ഒരു പങ്കാളികൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇവരെല്ലാം തന്നെ പുതിയ പരിഷ്കരണത്തിലൂടെ പുറത്താക്കപ്പെടുന്നുണ്ട്. 2. സ്ഥിരമായി താമസം മാറിയവർ. 5 വർഷത്തിലധികമായി ബൂത്തിൽ താമസിക്കാത്ത, അതായത് വീട് വിറ്റുപോയവരെ പെർമനന്റ്ലി ഷിഫ്റ്റഡ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവരും പട്ടികയിൽ നിന്ന് പുറത്തായവരുടെ ലിസ്റ്റിൽ ഉണ്ട്. 3. കണ്ടെത്തുവാൻ കഴിയാത്തവർ. BLOമാർക്ക് ലഭിച്ച വോട്ടർമാരുടെ ലിസ്റ്റിലുള്ള പലരെയും കണ്ടെത്തുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റുള്ളവരിൽ നിന്ന് ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് അൺട്രേസബിൾ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാണ് പുറത്താക്കിയിരിക്കുന്നത്. 4. ഇരട്ട വോട്ടർമാർ. ഒന്നിലധികം തവണ ലിസ്റ്റിൽ പേരുള്ളവരെ ഒരു തവണ മാത്രം ഉൾപ്പെടുത്തി അധികമായി വരുന്ന പേരുകൾക്ക് നേരെ ഓൾറെഡി എൻറോൾഡ് എന്ന് നൽകി പുതിയ പട്ടികയിൽ നിന്ന് പുറത്താക്കി. 5. തിരസ്കരിച്ചവരാണ്. എന്യൂമറേഷൻ ഫോമുമായി ചെന്ന BLOമാരിൽ നിന്ന് ഈ ഫോം വാങ്ങുവാനോ ഫോം പൂരിപ്പിച്ച് നൽകുവാനോ തയ്യാറാകാത്തവരെ എന്യൂമറേഷൻ ഫോം EF റെഫ്യൂസ്ഡ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് പുറത്താക്കിയിരിക്കുന്നത്. ഇനി നിങ്ങളുടെ പേര് പുറത്താക്കപ്പെട്ടവരുടെ പട്ടികയിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ മതിയായ കാരണങ്ങൾ ഇല്ലാതെയാണ് പുറത്താക്കപ്പെട്ടത് എങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുമായി ബന്ധപ്പെടുക. എന്നാൽ SIR ഫോമിലെ തെറ്റിദ്ധരിച്ച് സമർപ്പിക്കാനുള്ള അവസാന അവസരം ഇന്ന് വരെയാണ്. ഇനി ഡിസംബർ 23-ന് പ്രസിദ്ധീകരിക്കുന്ന കരട് പട്ടികയ്ക്കായി കാത്തിരിക്കുക. ആ കരട് പട്ടികയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുന്നില്ലെങ്കിൽ ഡിസംബർ 23 മുതൽ ജനുവരി 22 വരെയുള്ള സമയത്ത് അപേക്ഷ സമർപ്പിക്കാം. പുതിയ വോട്ടർമാർക്കുള്ള ഫോം 6 വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പ്രവാസി വോട്ടർമാരാണെങ്കിൽ ഫോം 6A പൂരിപ്പിച്ച് നൽകണം. നിങ്ങളുടെ പേര് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, പക്ഷേ തെറ്റുകൾ ഉണ്ടെങ്കിൽ വിലാസം മാറ്റുവാനും തെറ്റുകൾ തിരുത്താനുമായി ഫോം 8 പൂരിപ്പിച്ച് നൽകണം. ഇതെല്ലാം voters.eci.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോം 6 അല്ലെങ്കിൽ ഫോം 6A പൂരിപ്പിച്ച് നൽകിയാൽ ഹിയറിംഗിനായി വിളിക്കും. ഹിയറിംഗിന് ശേഷം ഒരാളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് 1ാം അപ്പീൽ നൽകാം. ഇതിലെ ഉത്തരവിനെതിരെ 30 ദിവസത്തിനകം ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് 2ാം അപ്പീൽ നൽകാവുന്നതാണ്. ഫെബ്രുവരി 21-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും.